എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടാവും. അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊരു നമ്പർ കാണാറുണ്ട്. അപ്പോൾ നമ്മളത് സാധാരണ കേസിൽ ആ നമ്പർ എന്താണെന്നൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ആ നമ്പർ എന്താണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിനെ കുറിച്ചാണ് കേട്ടോ. ഇപ്പോൾ മഞ്ഞ കളറിലാണ് നിങ്ങൾക്ക് കാണുന്നില്ലേ, മഞ്ഞ കളറിൽ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ടാണ് അത് ഉണ്ടാവുന്നത്. എല്ലാ സിലിണ്ടറിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അങ്ങനെ കാണും. ABCD ഇങ്ങനെയുള്ള 4 ആൽഫബറ്റിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ ഒരു നമ്പറും കൂടെ ഉണ്ടാവും. നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റ് ആണ് എന്ന് വേണമെങ്കിൽ ഈ നമ്പറിനെ വിളിക്കാം. അതായത് അടുത്തതായിട്ട് ഈ സിലിണ്ടർ എന്നാണ് ചെക്ക് ചെയ്ത് ഇതിൻ്റെ സേഫ്റ്റി ഉറപ്പാക്കേണ്ടത് എന്നുള്ള ആ ഒരു ഡേറ്റാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഈ ഡേറ്റിൽ കാണുന്ന ആ ഒരു തീയതിയിൽ അവരത് വീണ്ടും ചെക്ക് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ കയ്യിലുള്ള സിലിണ്ടർ സേഫ് ആണോ എന്നറിയാനായിട്ട് ഈ ഒരു ഡേറ്റ് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സാധാരണ നമ്മളതങ്ങനെ ശ്രദ്ധിക്കാതെ വിടുകയാണ് ചെയ്യാറ്. ഇതിലിപ്പോൾ എഴുതിയിട്ടുള്ളത് A എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇങ്ങനെയുള്ള 3 മാസങ്ങളെയാണ് A കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏപ്രിൽ, മെയ്, ജൂൺ ആണെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് B ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. പിന്നെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആണെങ്കിൽ C എന്ന് രേഖപ്പെടുത്തും. പിന്നെ D ആണെങ്കിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ. അങ്ങനെയാണ് അവർ ആ മാസങ്ങളെ ഇത് ABCD ഇങ്ങനെയുള്ള 4 ആൽഫബറ്റ് വെച്ചിട്ട് സൂചിപ്പിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമ്പറാണ്. ഇതിലിപ്പോൾ കാണുന്നത് 21 എന്നാണ്. 21 എന്ന് പറഞ്ഞാൽ 2021. അപ്പോൾ നമുക്ക് ഇവിടെ C21 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 2021 ആണ് ഇതിൻ്റെ ഡേറ്റ്. അതായത് ഒരു സെപ്റ്റംബർ 2021 വരെ ഇതിന് ഡേറ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു സിലിണ്ടറിൽ എഴുതിയിട്ടുള്ളത് B23 എന്നാണ്. അതിൻ്റെ അർത്ഥം ഏപ്രിൽ, മെയ്, ജൂൺ 2023 വരെ ഇതിന് ഡേറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതെങ്ങനെയാണ് നോക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇനി മുതൽ സിലിണ്ടർ നമുക്ക് കിട്ടുമ്പോൾ ഈ ഡേറ്റ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. പഴയതാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ മാറ്റിയിട്ട് പുതിയത് എടുക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ഇൻഫോർമേഷനാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ പലപ്പോഴും ഈ ഗ്യാസ് സിലിണ്ടറും ഗ്യാസിൻ്റെ സ്റ്റൗവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ട്യൂബ് മാറ്റാനായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. വളരെ ടൈറ്റാണ് അത് ഊരാനും ഇടാനൊക്കെ. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു ടിപ്പ് നമ്മളെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ആ വീഡിയോ കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ട്യൂബ് ഊരുന്നതിനോ അതുപോലെ തന്നെ ഇടുന്നതിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണത്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡേറ്റിൻ്റെ കാര്യം നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ കിച്ചണിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ആ ഡേറ്റൊക്കെ കറക്റ്റ് അല്ലേന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയാൻ മറക്കരുത്. ഇനി അപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.